ലോകത്തെമ്പാടുമുള്ള ദേവാലയങ്ങൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ദേവാലയങ്ങൾ സ്ഥാപിതമായിരിക്കുന്നത് കന്യകമറിയം അമ്മയുടെ നാമത്തിലാണ്. രണ്ടാമത് ഏറ്റവും കൂടുതൽ ദേവാലയങ്ങൾ സ്ഥാപിതമായിരിക്കുന്നത് പരിശുദ്ധനായ മോർ ഗീവർഗീസ് സഹദായുടെ നാമത്തിലാണ്. ഗീവർഗീസ് അഥവാ ജോർജ് എന്ന പേരിൽ നിന്നും വിശുദ്ധനായ മോർ ഗീവർഗീസ് സഹദ അഥവാ സെന്റ് ജോർജിലേക്ക് 23 വർഷത്തിൻ്റെ ദൈർഘ്യം മാത്രമേ ഉള്ളൂ. ജോർജ് എന്ന വ്യക്തി അഥവാ ഗീവർഗീസ് എന്ന വ്യക്തി വിശുദ്ധ പദവിയിലേക്ക് എത്തുവാൻ 23 വർഷം മാത്രമേ എടുത്തുള്ളൂ. നമുക്കറിയാം പരിശുദ്ധനായ മോർ ഗീവർഗീസ് സഹദായുടെ ജീവചരിത്രം എന്താണെന്ന്. വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ പൂർണ്ണമായ ബോധ്യം. സൈന്യത്തിലെ ഒരു വലിയ മേലുദ്യോഗസ്ഥനായിരുന്നു. രാജാവ് ചില ഓഫറുകളൊക്കെ നൽകിയപ്പോൾ അതിനെയെല്ലാം വേണ്ട എന്ന് മാറ്റിവെക്കുവാനുള്ള വ്യക്തമായ നിലപാട് അന്നത്തെ സർവ സൈന്യാധിപനായ മോർ ഗീവർഗീസിന് ഉണ്ടായിരുന്നു. ഈ 2026 ആണ്ടിൽ ഈ വിശുദ്ധ പെരുന്നാൾ ആചരിക്കുമ്പോൾ പെരുന്നാളുകൾ എന്തിന് എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഫീസ്റ്റ് ഓഫ് സെയിൻസ്? വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പെരുന്നാളുകളുടെ സാങ്കത്യം, പ്രാധാന്യം, ഇവ എന്തിന് നാം ആഘോഷിക്കുന്നു അഥവാ ആചരിക്കുന്നു? ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി നിരന്തരമായി അഭയയാചന കഴിക്കുന്ന നമ്മുടെ ഇടവകയുടെ കാവൽ പിതാവായ പരിശുദ്ധനായ മോർ ഗീവർഗീസ് സഹദായുടെ പെരുന്നാൾ 2025 ആണ്ടിലും ആഘോഷിച്ചു. അപ്പോൾ 26 ആണ്ടിൽ ആഘോഷിക്കണ്ടേ? ഇനി അടുത്ത വർഷം 27 വരുമ്പോൾ ആഘോഷിക്കണമല്ലോ. അതുകൊണ്ട് ഇത് വെറും ഒരു കർമ്മമോ വെറും ഒരു ചടങ്ങോ അല്ല. എന്തിനാണ്? ആർക്ക് വേണ്ടിയാണ്? ഇത് നമുക്ക് വേണ്ടിയാണ്. ഒരു വലിയ മാർഗദൈവമായി പരിശുദ്ധനായ മോർ ഗീവർഗീസ് സഹദ നിന്നുവെങ്കിൽ എന്നോടും നിങ്ങളോടും പ്രത്യേകാൽ പരിശുദ്ധനായ മോർ ഗീവർഗീസ് സഹദ പറയുന്നു, നിലപാടുകൂടെ ജീവിക്കുവാൻ തക്കവണ്ണം നിലകൊള്ളണം എന്ന്. എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ, ലോകം അറിയപ്പെടണം ഇങ്ങനെയും ചില മനുഷ്യർ ചരിത്രത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇത് കഥയല്ല, കടങ്കഥയല്ല, ജീവചരിത്രമാണ്. ഇങ്ങനെയും ഒരു മനുഷ്യൻ ചരിത്രത്തിൽ ജീവിച്ചിരുന്നു എന്ന് നമുക്കെല്ലാം വ്യക്തമായി അറിയാം. പരിശുദ്ധനായ മോർ ഗീവർഗീസ് സഹദ ഒരു പൗരോഹിത്യ സ്ഥാനീയേ അല്ലായിരുന്നു. സാധാരണക്കാരനായ ഒരു അൽമായൻ. ചിലപ്പോഴെങ്കിലുമൊക്കെ സഭയ്ക്കുള്ളിലും സഭയ്ക്ക് വെളിയിലുമൊക്കെ ചില തെറ്റിദ്ധാരണകളുണ്ട്. പ്രാർത്ഥനയും നോമ്പും യാമനമസ്കാരങ്ങളും ജീവിത വിശുദ്ധിയും പൗരോഹിത്യ ഗണത്തിന് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് എന്ന്. അത് പൗരോഹിത്യ ഗണത്തിന് മാത്രം പറഞ്ഞിട്ടുള്ളതല്ല. സഭ എന്ന് പറയുന്നത് പൗരോഹിത്യ ഗണം മാത്രമല്ല. സഭയിൽ പൗരോഹിത്യ കർമ്മത്തിന് വേണ്ടി പുരോഹിതന്മാരെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് മാത്രം. സഭയുടെ ജീവനാഡി എന്ന് പറയുന്നത് അതിൻ്റെ മക്കളാണ്. അതുകൊണ്ട് ഒരു പൗരോഹിത്യ സ്ഥാനീയ അല്ലാത്ത സാധാരണക്കാരനായി ജീവിച്ച ഒരു സൈനിക ഉദ്യോഗസ്ഥനായി തൻ്റെ ജീവിതത്തെ വിശുദ്ധിയോടുകൂടെ പാലിച്ച ഒരു വിശുദ്ധൻ്റെ പെരുന്നാളാണ് നാം ആഘോഷിക്കുന്നത്. ഒരിക്കലും മറക്കരുത്. കാര്യങ്ങൾ പോകവേ പല കാര്യങ്ങളും നമ്മൾ മറക്കുന്ന കൂട്ടത്തിലാണ്. സൗകര്യാർത്ഥം
മറവി നടിക്കുന്നവരുമാണ്. ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട്, സ്പിരിച്വൽ അൾഷിമസ്. അൾഷിമസ് എന്താണെന്ന് നമുക്കറിയാം, മറവി രോഗം. താൻ എന്താണെന്നോ, താൻ ആരാണെന്നോ, താൻ എവിടെയാണെന്നോ, താൻ എന്ത് ചെയ്യുകയാണെന്നൊന്നും തിരിച്ചറിയുവാൻ സാധിക്കാതെ മറവി രോഗത്തിന് അടിപ്പെട്ട് ജീവിക്കുന്നവരാണ് അൾഷിമസ്. എന്നാൽ പലപ്പോഴും ഞാൻ പറയും, നമ്മുടെ ആത്മീയ ജീവിതം സ്പിരിച്വൽ അൾഷിമസിന് അടിമകളാണ് നമ്മളൊക്കെ. കാരണം ദൈവം നടത്തിയ വഴികളെ, അത്ഭുതകരമായി ദൈവം നടത്തിയ വഴികളെ മറന്നുകൊണ്ട് മറ്റെന്തിനോ വേണ്ടി, മറ്റാർക്കോ വേണ്ടി നിലപാടുകളെ ബലി കഴിക്കുന്നവരായി നാം മാറുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നലെ നമ്മുടെ ജീവിതം എടുത്ത് നോക്കിയാൽ മതി. പ്രസംഗിക്കുന്നത് ഒന്ന്, പറയുന്നത് മറ്റൊന്ന്, പ്രവർത്തിക്കുന്നത് വേറൊന്ന്. എവിടെയാ ഒരു പൊരുത്തം? എവിടേക്കോ ചില പൊരുത്തക്കേടുകളുണ്ട്. അതുകൊണ്ട് ആണ്ടിൽ നമ്മൾ നമ്മുടെ ഇടവകയെ മുഴുവനുമായി സമർപ്പിച്ചുകൊണ്ട് ആ വിശുദ്ധന മധ്യസ്ഥയിൽ നമ്മളെ പരിശോധിക്കുകയാണ്. കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നികത്തുവാൻ, നിറവുകളുണ്ടെങ്കിൽ അത് കൂട്ടുവാൻ. അതുകൊണ്ട് പരിശുദ്ധനായ മോർ ഗീവർഗീസ് സദായുടെ പെരുന്നാൾ എന്തിനാഘോഷിക്കുന്നു എന്ന് ചോദിച്ചാൽ, എനിക്ക് എന്നെ തന്നെ ഒന്ന് തിരുത്തുവാൻ. നമ്മളൊക്കെ മറ്റുള്ളവർക്ക് മാർക്കിടാൻ ബഹുമിടുക്കന്മാരും മിടുക്കികളുമാണ്. നമ്മൾ മറ്റുള്ളവർക്ക് മാർക്കിടുന്ന അതേ ക്രൈറ്റീരിയ വെച്ച്, മാനദണ്ഡനം വെച്ച് നമ്മൾ എപ്പോഴെങ്കിലും നമുക്കൊന്ന് മാർക്കിട്ടാൽ തോപ്പിയിട്ട് പോകും. കാരണം ഒന്നുമില്ലെങ്കിലും വല്ലവൻ്റെയും കണ്ണിലേക്ക് അരുടും കോലുമൊക്കെ തപ്പി നമ്മളിങ്ങനെ നടക്കും. നമുക്ക് നമ്മിലേക്ക് തിരിയാം. എന്തിനാണ് വിശുദ്ധ കുർബാന? എന്തിനാണ് നോമ്പ്? എന്തിനാണ് പെരുന്നാളുകൾ? ഈ വിശുദ്ധന്മാരുടെ ഓർമ്മ എന്തിന്? നമുക്ക് നമ്മെ തിരുത്താൻ, എനിക്കെന്നെ തിരുത്താൻ. മനുഷ്യനല്ലേ, കുറവുകൾ ഉണ്ടാവും. കുറവുകളില്ലാത്ത ഒരു മനുഷ്യരുമില്ല. കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് നിറവിൻ്റെ അനുഭവത്തിലേക്ക് നടക്കുവാൻ പരിശുദ്ധനായ മോർ ഗീവർഗീസ് സദാ നമ്മെ സഹായിക്കും. ഈ വിശുദ്ധന്മാരും ശുദ്ധിമതികളും ഒക്കെ നമ്മെ ഒത്തിരി സഹായിക്കുന്നവരാണ്. അവരൊന്നും അവരിലേക്കല്ല വിരൽ ചൂണ്ടുന്നത്, അവരെല്ലാം വിരൽ ചൂണ്ടി നമ്മെ കാണിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് തന്നെയാണ് സ്നാപക യോഹന്നാനോടും ചോദിച്ചു, നീയാണോ ക്രിസ്തു? എന്നാ ചോദ്യം ഇക്കാലയളവിൽ ആരോടെങ്കിലുമൊക്കെ ചോദിച്ചാൽ അവർ പറഞ്ഞേനേയും എന്നാ സംശയം, കണ്ടിട്ട് മനസ്സിലായില്ലയോ എന്ന് ചോദിക്കും. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, അല്ല ഞാനല്ല. അതാ ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഈ വിശുദ്ധന്മാരും ശുദ്ധിമതികളും നമ്മെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിങ്കിലേക്ക് നോക്കി അവർ യാത്ര ചെയ്യുകയും ഇവരുടെ ജീവിതത്തെ നമ്മൾ പിൻപറ്റുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വിശുദ്ധന്മാരും ശുദ്ധിമതികളും നമുക്കൊത്തിരി സഹായം ചെയ്യുന്നവരാണ്. വായിച്ചു കേട്ട വേദഭാഗം ശുദ്ധമുള്ള മർക്കോസ് എവങ്കേലിസ്തയുടെ സുവിശേഷം 8-ാം അധ്യായം 34 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ്. സാധാരണയായി വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും സഹോദരന്മാരുടെയും പെരുന്നാളുകൾക്ക് വായിക്കുന്ന വേദഭാഗമാണ്. അവിടെ ഇപ്രകാരം ഒരു വാക്യമുണ്ട്, ഒരു മനുഷ്യൻ ലോകം മുഴുവനും നേടിയിട്ട് തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ അവന് എന്ത് പ്രയോജനം? 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധനാണ് മോർ ഗീവർഗീസ് സഹദാ. നൂറ്റാണ്ട് എത്ര ഇപ്പുറത്തോട്ട് മാറിക്കഴിഞ്ഞു, ഇന്നും ഗീവർഗീസ് സഹദായുടെ നാമം ലോകമെമ്പാടും കേൾവിയോടെ കൂടെ നിൽക്കുന്നു. കാരണം എന്താ? നന്നായി ജീവിച്ചു, കിട്ടിയ സമയം ഭംഗിയായി ജീവിച്ചു. ഇന്ന് നമുക്കില്ലാതെ പോകുന്നു നല്ല ജീവിത മാതൃകകളാണ്. ഇടവകയിലായിക്കോട്ടെ, സഭയിലായിക്കോട്ടെ, കുടുംബത്തിലായിക്കോട്ടെ, സമൂഹത്തിലായിക്കോട്ടെ, നല്ല മാതൃകകൾ, റോൾ മോഡൽസ് നമുക്കില്ലാതെ പോകുന്നു. നമുക്കൊന്ന് നോക്കി പിൻപറ്റുവാൻ ജീവിക്കുന്ന നല്ല മാതൃകകൾ ഇല്ലാതെ പോകുന്നു. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ പറയും, മാതൃകകൾ ഉണ്ടാവണം എന്ന് പറയുന്നു. എന്തിനാ പറയുന്നത്? സ്വയം ഒരു മാതൃകയായി തീരരുതോ? സ്വയം എന്തുകൊണ്ട് എനിക്കും നിങ്ങൾക്കൊരു മാതൃകയായി തീരാൻ സാധിക്കുന്നില്ല? പരിശുദ്ധനായ മോർ ഗീവർഗീസ് സഹദാ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഇതാക്കിയ, എന്തുകൊണ്ട് മക്കളെ
നിങ്ങൾക്ക് തന്നെ ഒരു മാതൃകയായി തീരാൻ സാധിക്കുന്നില്ല. നമ്മൾ പറയും പരിതപിക്കുക, പരിഭവപ്പെടുക, പരാതിപ്പെടുക, നല്ല മാതൃകയില്ല, നല്ല മാതൃകയില്ല എന്ന്. എന്തുകൊണ്ട് നമുക്ക് തന്നെ ആയിത്തീർന്നുകൂടാ? എന്തുകൊണ്ട് നമുക്ക് തന്നെ ആയിത്തീർന്നുകൂടാ? അതുകൊണ്ട് നമുക്ക് ഒന്നാമതായി തിരുത്തപ്പെടാം. നമുക്കൊന്നാമതായി തിരുത്തപ്പെടാം. നാം തിരുത്തപ്പെടുന്നുവെങ്കിൽ കുടുംബം തിരുത്തപ്പെടും, രക്ഷപ്പെടും. കുടുംബം തിരുത്തപ്പെടുന്നുവെങ്കിൽ ഇടവക രക്ഷപ്പെടും. ഇടവക തിരുത്തപ്പെടുന്നുവെങ്കിൽ സമൂഹവും സഭയും അങ്ങനെ അങ്ങോട്ട് എല്ലാം ഒരു സ്വർഗരാജ പ്രതീതിയായി തീരും. കഥയല്ല. നമുക്ക് മുന്നേ ജീവിച്ച നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അത്ര സാക്ഷ്യത്തോടുകൂടെ ജീവിച്ചവരാ അല്ലേ? ഈ ആലയം ഇവിടെ ഉണ്ടാകുവാനും ഈ കാണുന്നതൊക്കെ ഇവിടെ ഉണ്ടാകുവാനും ഒക്കെ നമ്മുടെ പൂർവികരായ പിതാക്കന്മാർ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരുടെ ജീവിത സാക്ഷ്യമാണ് ഈ കാണുന്നതൊക്കെ. അവരുടെ ജീവിത സാക്ഷ്യമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നതൊക്കെ. അവർ നമുക്ക് വേണ്ടി ജീവിച്ച് വച്ചിട്ട് പോയതാ. അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ എന്താ ശേഖരിച്ചു വെച്ചിരിക്കുന്നത്? നമ്മൾ എന്താണ് ശേഖരിച്ചു വെച്ചിരിക്കുന്നത്? ആണ്ട് 2026. നമ്മുടെയൊക്കെ വിചാരം വല്ലാതെ മാറ്റപ്പെടുന്ന ഈ ലോകത്ത്, ഞാൻ ആ വാക്ക് വീണ്ടും ആവർത്തിക്കുന്നു, വല്ലാതെ മാറ്റപ്പെടുന്ന, മാറ്റമുണ്ടാകുന്ന ഈ ലോകത്തിൽ നമ്മുടെ വിചാരം 2030-ലും 35-ലും 40-ലും ഒക്കെ ഇങ്ങനെ അങ്ങ് പൊക്കോളുമെന്ന് അല്ലേ? എങ്ങനെയാ? ഇങ്ങനെയൊക്കെ അങ്ങ് പൊക്കോളുമെന്ന്. അല്ല, അല്ല. മാറ്റങ്ങളെ തിരിച്ചറിയണം. സമൂഹത്തിലെ മാറ്റങ്ങളെ തിരിച്ചറിയണം. വ്യക്തികൾക്കുണ്ടാകുന്ന മാറ്റങ്ങളെ തിരിച്ചറിയണം. ദൈവമുണ്ടോ എന്ന് പോലും ചോദിക്കുന്ന യുവതലമുറയെ തിരിച്ചറിയണം. പൂർവിക പിതാക്കന്മാർ നിങ്ങൾക്ക് നൽകിയ ഒരു ദൈവമുണ്ട്, ദൈവവിശ്വാസമുണ്ട്. ആ വിശ്വാസം നിങ്ങൾക്ക് യുവതലമുറയ്ക്ക് കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇന്നിൻ്റെ ഏറ്റവും വലിയ ചോദ്യം. നമ്മൾ വിചാരിക്കുന്നത് എന്താ? ഇതൊക്കെ ഇങ്ങനെ അങ്ങ് പൊക്കോളും. എങ്ങനെയാ? ഇങ്ങനെയൊക്കെ അങ്ങ് പൊക്കോളും. അബദ്ധം, അബദ്ധം. നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ നിങ്ങൾക്ക് ദൈവത്തെയും ദൈവവിശ്വാസത്തെയും പകർന്നു തന്നതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ ഇത്രമാത്രം വിശ്വാസത്തോടെ ജീവിക്കുന്നത്. എന്നാൽ അടുത്ത തലമുറയ്ക്ക് ദൈവത്തെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. പെരുന്നാളുകൾ അതിനാണ്, പെരുന്നാളുകൾ അതിനാണ്. ദൈവത്തെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? ദൈവസാക്ഷ്യത്തോടുകൂടി ജീവിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചാലും, ഇവിടെ അതിൽ എഴുതിയിരിക്കുന്നത്, ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചാലും ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നിനക്കെന്ത് പ്രയോജനം? വാട്ട് ഈസ് ദ യൂസ്? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാക്കന്മാരെയും, ലോകം വല്ലാതെ മാറുകയാണ്. ലോകത്തിൻ്റെ ക്രമം വല്ലാതെ മാറുകയാണ്. ലോകത്തിൻ്റെ പൊരുത്തക്കാലത്തേക്കാൾ ഏറ്റവും കൂടുതൽ പൊരുത്തക്കേടുകൾ കൂടി വരികയാണ്. വല്ലാതെ മാറുന്ന ഈ ലോകത്ത് ക്രിസ്ത്യാനികളായ നമ്മുടെ സാന്നിധ്യവും ജീവിതവും അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് നാം ചിന്തിക്കണം. മറ്റുള്ള സമൂഹത്തിന് സാക്ഷ്യമുള്ളൊരു സമൂഹമായി നാം വീണ്ടും മാറണം. നാം വീണ്ടും മാറണം. ഞാൻ വീണ്ടും ആ വാക്ക് ഉപയോഗിക്കുന്നു, നാം വീണ്ടും മാറണം. വീണ്ടും മാറണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് സാക്ഷ്യമുണ്ടായിരുന്നു ജീവിതത്തിൽ. അവരെയൊക്കെ ഒന്ന് ഓർത്തു നോക്കുകയും, നമ്മൾ ചില അപ്പച്ചന്മാരെ കുറിച്ച് പറയത്തില്ലേ, ചില അമ്മച്ചന്മാരെ കുറിച്ച് പറയത്തില്ലേ, നമുക്ക് പറയുമ്പം 100 നാവാണ്. കാരണം എന്താ? അവർ നന്നായിട്ട് ജീവിച്ചവരാ. എന്തോ ഒരു സ്നേഹമായിരുന്നു, എന്തോ ഒരു കരുതലായിരുന്നു അല്ലേ? നമ്മൾ ചിലപ്പോഴെങ്കിലുമൊക്കെ ചിലരെക്കുറിച്ച് ഒരു പരിഹാസ രൂപേണയാണ് പോലും പറയാറുണ്ട്, പള്ളിയുടെ നടവാതിൽ തുറക്കുന്നതിന് മുമ്പേ പള്ളി ചെല്ലുമെന്ന്. അതുകൊണ്ട് അവർക്കൊരു നഷ്ടവും ഉണ്ടായിട്ടില്ല. അവരുടെ കുടുംബങ്ങളൊക്കെ രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ. ഞാൻ അതാ പറഞ്ഞേ, നല്ല ഒത്തിരി മാതൃകകൾ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ജീവിച്ച് നമുക്ക് കാണിച്ചു തന്നു. പക്ഷേ എപ്പോഴൊക്കെയോ കാലത്തിൻ്റെ ഗതിയൊഴുക്കിൽ മാറ്റത്തിൽ നമുക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, നമുക്ക് വീണ്ടും തിരികെ പോകണം. അതിനാവണം പെരുന്നാളുകൾ, അതിനാവണം വിശുദ്ധന്മാരുടെ ഈ പെരുന്നാൾ ആഘോഷങ്ങൾ, അതിനാവണം നമ്മുടെ കൂട്ടവും കൂട്ടായ്മകളും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു നവീകരണം, ദൈവസന്നിധിയിൽ നമുക്ക് നമ്മുടെ മാതൃകകളെ കണ്ടെത്തുവാൻ, പൂർവ്വപിതാക്കന്മാർ കാണിച്ചെന്ന മാതൃകകളെ വീണ്ടെടുക്കുവാൻ, ജീവിതത്തെ ക്രമീകരിക്കുവാൻ, ദൈവത്തോട് അടുക്കുവാൻ ഈ പരിശുദ്ധ പെരുന്നാൾ ആഘോഷങ്ങൾ കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.